ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമത്തിൽ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാം. പക്ഷെ എന്നാലും വെച്ച് നമ്മൾ തളരാൻ പാടില്ല. നമ്മളിപ്പോൾ എന്നടുത്ത് പോകണം, ഓടിപ്പോയി വഴി വെച്ച് വീണു. അപ്പോൾ അയ്യോ ഞാൻ വീണ് പോയല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, അതുകൊണ്ട് ആ നല്ല സുഖം ഇവിടെ കിടക്കാൻ എന്ന് ചിന്തിക്കില്ലല്ലോ. അല്ലെ നല്ല സുഖമാണ്, ഇവിടെ തന്നെ കിടക്കാം. അല്ലെ വീണ് പോയല്ലോ, കഷ്ടമേ നമ്മുടെ കരഞ്ഞുകൊണ്ട് കിടക്കാതെ, സുഖമാണെന്ന് നമ്മൾ കിടക്കാതെ നമ്മൾ എഴുന്നേറ്റ് പോകുന്ന പോലെ ആ ജാഗ്രത നമ്മളുണ്ടാക്കണം. അപ്പോൾ വീണത് കൊണ്ട് ഇവിടെ തെന്നുന്ന സ്ഥലമുണ്ട്, ഇനി നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കണം. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നടന്നു. അല്ലെ ശ്രദ്ധിക്കാതെ അങ്ങനെ നടന്നെങ്കിൽ വലിയ അഗാധമായ കുഴിയിലേക്ക് വീഴാം. അപ്പം അഗാധമായ കുഴിയിലേക്ക് വീണു ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത കുഴിയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഈ ഒരു വീഴ്ച വീണതാണ്, മുന്നറിയിപ്പ് തന്നതാണ് എന്നുള്ള രീതിയിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാം. പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. ചിലർ ഈ വേദാന്തം വായിച്ചിട്ടും ധ്യാനിക്കത്തില്ല, ഒരു സേവനം ചെയ്യത്തില്ല, അത് ആത്മാവാണ്, ആർക്കാർക്ക് സേവിക്കാനാണെന്ന് പറഞ്ഞിട്ട് അതിനും മടി പിടിക്കും. അതങ്ങനെയുള്ളവരുണ്ട്, അല്ലാത്ത മടി പിടിച്ചിരിക്കുന്നവരുമുണ്ട്. ഇവരുടെ ആരോഗ്യ ബുദ്ധി നഷ്ടപ്പെടും, ഉള്ള ബുദ്ധി കൂടി നഷ്ടപ്പെടും. ഇപ്പോൾ ഡിപ്രഷനുള്ള കുഞ്ഞുങ്ങൾ ഒരു 90% മക്കൾ അവർ മരുന്ന് കഴിക്കും, മരുന്ന് എടുക്കുമ്പോൾ കുറച്ച് ക്ഷീണം വരും. അങ്ങനെ കിടന്ന് ശരി തിന്നും, കണ്ടമാനം ചിലവർ ഇഷ്ടം പോലെ തിന്നും. ഒരു 10-20 പേരുടെ തീറ്റ തിന്നും ചിലവർ. തിന്ന് വണ്ണവും വെച്ച് അങ്ങനെ കിടക്കും, ഒരു ജോലിയും ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി കുഞ്ഞിന് കൊടുക്കുക, കാരണം എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് ഫോക്കസ് ആകുമ്പോൾ അങ്ങനെ ആരോഗ്യ ബുദ്ധി ഉണ്ടാകും. അപ്പം അങ്ങനെ ചെയ്ത കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചു. ഒരു പരിധി വരെ നമുക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചു. ഒരു പരിധിക്ക് അപ്പുറത്തുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ആരെയും നയിക്കാം, ഇങ്ങനെയുള്ളവരെ മാത്രം നയിക്കാൻ പറ്റില്ല. അവർക്ക് വേറെ ലോകമായിരിക്കും, ആരും പുറത്തു പോകും. മടിയുണ്ട്, ഒരു ജോലിക്കും പോകത്തില്ല. സ്നേഹത്തോടെ പിടിച്ചുകൊണ്ട് പോയി ഉപമോനെ എന്തെങ്കിലും വരപ്പിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന ചെയ്യിക്ക്, അവർ ചെയ്യുമ്പോൾ മോനെ വെള്ളം ഒഴിക്കുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക, മുള ഇങ്ങനെ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അവസാനം മരുന്ന് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ച്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെ കർമ്മങ്ങൾ ചെയ്തപ്പോൾ അവർക്ക് ഓരോന്നിലും ശ്രദ്ധിക്കാനും സാധിച്ചു. അപ്പം നമ്മൾ പ്രയത്നിക്കണം, അതിൽ അഹങ്കരിക്കാൻ പാടില്ല. അവിടെ നിന്ന് ശക്തി ഇരുന്നുകൊണ്ട് ഞാൻ പ്രയത്നിക്കുന്നു, ആ ഒരു ഭാവത്തിൽ പോകണമെന്നാണ്. കൃഷ്ണനും രാമനും ഋഷികളും അവരൊക്കെ നല്ലവണ്ണം ഒറ്റക്കാലം നിന്ന് തപസ് ചെയ്തും, രാമൻ പ്രയത്നിപ്പിക്കുകയും കൃഷ്ണനും പ്രയത്നിപ്പിക്കുകയും ചെയ്യും. എല്ലാ മഹാത്മാക്കളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവരവർ അവസാനം പറഞ്ഞ ബ്രഹ്മസൂത്രം ഉണ്ടല്ലോ, അവരത് ആ ഭാഗത്തേക്ക് എടുത്തിട്ട് ഒന്നും ചെയ്യണ്ട എന്നും കണ്ട് മടിച്ചിരിക്കും. നമ്മുടെ ഭാഗത്ത് പ്രയത്നം വേണം. ശാസ്ത്രം പറയുന്നത് നിനക്കൊരു ജോലി ഇല്ലെങ്കിൽ, ജോലി കിട്ടിയില്ലെങ്കിൽ കുറച്ച് പുല്ലെങ്കിലും പിച്ചി പശുവിനും കൂടെ കൊടുക്കും, അടുത്ത വീട്ടിലെ പശുവിന്. വെറുതെ ഇരിക്കരുതെന്ന്. കാരണം അത് തമസായി പിത്തം കഫം ഇതെല്ലാം കൂടി പിന്നെ വ്യായാമം ഇല്ലല്ലോ. അപ്പം നമ്മൾ പ്രയത്നിക്കണം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും അതിനാവശ്യമാണ്. ആരോഗ്യ ബുദ്ധിയുള്ള ഒരിടത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും പക്വത അറിയിച്ചൊരു വ്യക്തിയായിരുന്നു ഡോക്ടർ. ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ വെപ്രാളത്തോടെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞ്, ഡോക്ടറെ ഒരു രോഗി ഇവിടെ വന്നു, അത്ര പ്രായമല്ല, അദ്ദേഹം ഒരു പന്ത് വിഴുങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒരു രീതിയായിട്ടും ആ പന്ത് എടുക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ പഠിച്ച മാർഗ്ഗമെല്ലാം ഞാൻ ചെയ്ത് നോക്കി, കുട്ടി രക്ഷിക്കാൻ ഒരു മാർഗ്ഗമില്ല. ഇങ്ങനെ അത്രയും പെട്ടെന്ന് കുട്ടി ശ്വാസം മുട്ടി മരിക്കുമെന്ന് തോന്നുന്നു. അങ്ങക്കറിയാലോ, എന്തെങ്കിലും ഒരു മാർഗ്ഗം അങ്ങ് പറഞ്ഞു തരും, വേഗം പറഞ്ഞു. അപ്പം ഈ മേളത്തെ ഡോക്ടർ പറഞ്ഞ്, നീ തൂവൽ എടുത്ത് അവനെ ഇക്കിളി വരുന്ന സ്ഥലത്തൊക്കെ വന്ന് ഇക്കിളി ഇടാൻ പറഞ്ഞു. അപ്പം ഈ ഡോക്ടർ ഞെട്ടിപ്പോയി. ചികിത്സയിലൊന്നും ഇത് പഠിപ്പിച്ചിട്ടില്ല, എന്താ ഈ ഡോക്ടർ പറയുന്നത് ഭ്രമിച്ച്. അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ശരിയാണോ, എന്താ ഈ പറയുന്നത്, ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. അല്ല, നീ ഇത് നിന്നെ ഈ പഠിച്ച പ്രയത്നമൊക്കെ ചെയ്ത് നോക്കിയിട്ട് രക്ഷയില്ലെന്ന് പറഞ്ഞല്ലോ, നീ ഇപ്പം ഇത് ചെയ്ത് നോക്ക്.
അപ്പോൾ ഇതേം തുവാലെടുത്ത് കുട്ടിയെ കിളിടാൻ തുടങ്ങി. കിളിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ച് സന്തോഷത്തോട് വിളിച്ചാർ, സാർ പന്ത് പുറത്ത് വന്ന്. അതെങ്ങനെ വന്നാൽ ഞാൻ ഇക്കിളി കിട്ടിയപ്പോൾ കുട്ടി ഇക്കിളി ഇടുന്നുണ്ട് വെപ്രാളം പിടിച്ചിട്ട് ചിരിക്കാൻ തുടങ്ങി, സ്വയം ചിരി വരാനാണ്. അപ്പോൾ ഇങ്ങനെ വെപ്രാളം പിടിച്ച് ചിരിക്കുന്നിടയിൽ പന്ത് വെളിയോട്ട് വന്നു. അങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. അപ്പോൾ ചെറിയ ഡോക്ടർ പറഞ്ഞ്, സാറിത് അത്ഭുതമായിരിക്കുന്നു, ഈ ടെക്നിക്ക് അങ്ങക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ജസ്റ്റ് ബുക്കിലെങ്ങും പഠിച്ചിട്ടില്ല, അങ്ങക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുക. അപ്പോൾ മുതിർന്ന ഡോക്ടർ ഈ ഡോക്ടറോട് പറയുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസരങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്ന്, അതാണ് എൻ്റെ ആദർശം. വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ചെറുതും നിസ്സാരമെന്ന് തോന്നത്തുപോലെ കൊണ്ട് ഒരാളെ മരണത്തെ രക്ഷിക്കാൻ കഴിഞ്ഞതുപോലെ നമുക്കും ചെറിയ കാര്യങ്ങളോടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും.